ഗോഡ്സില ഇൻഫിനിറ്റി റോർ എന്ന കോമിക്കിന്റെ 4ാമത്തെ ഇഷ്യൂ ആണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ കോമിക്കിന്റെ മറ്റ് ഇഷ്യൂസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് കഥയിലേക്ക് പോകാം. യൂണിവേഴ്സിൽ നടക്കുന്ന എക്സ്റ്റൻഷൻ ലെവൽ ഈവന്റ്സിലൊന്നും ഇന്റർഫിയർ ചെയ്യാതെ അതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉവാട്ടു എന്ന വാച്ചർ. ആസ്ഗാർഡിയൻസ് ഗോഡ്സില എന്ന കൈജുവിനോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഗോഡ്സിലയും ആസ്ഗാർഡിയൻസ് പോരാടുന്ന തക്കം നോക്കി ഗോഡ് ഓഫ് ദ സിംബിയോട്സ് ആയ നള്ള് ഗോഡിവേം എന്ന സിംബിയോട്ടിന്റെ സഹായത്തോടെ വേൾഡ് ട്രീ ആയ ഇഗ്ഡ്രാസിലിനെ ടേക്ക് ഓവർ ചെയ്ത് ഇൻഫെക്ട് ചെയ്തിരിക്കുന്നു. ഗലാക്ടസിനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അങ്ങ് ഡീപ് സ്പേസിൽ എക്സ്പെരിമെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റീഡ് റിച്ചാർഡ്സും സിൽവർ സർഫറും. നിർഭാഗ്യവശാൽ ഏറ്റവും മോശമായ കാര്യങ്ങൾ ഇനി സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എർത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള തിങ്കേഴ്സും ഫിലോസഫേഴ്സും എല്ലാം ഡോക്ടർ ഡൂമിന്റെ കൊട്ടാരത്തിൽ ഒത്തുകൂടിയിരിക്കുന്നു. ഗോഡ്സില എന്ന കൈജുവിനെ എന്താണോ തോൽപ്പിക്കാത്തത് അല്ലെങ്കിൽ നശിപ്പിക്കാത്തത്, അതാണ് ഗോഡ്സിലെ കൂടുതൽ ശക്തനാക്കുന്നത്. ഒന്നെങ്കിൽ ഗോഡ്സിലയുടെ അതേ റേജിനെ ഗോഡ്സിലേക്ക് നേരെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഗോഡ്സിലയിൽ നിന്ന് രക്ഷപ്പെടാൻ സമാധാനമുള്ള ഒരു പ്രദേശം തേടി നമ്മൾ പോകണമെന്നൊക്കെയാണ് ഡോക്ടർ ഡൂമിന്റെ കൊട്ടാരത്തിലേക്ക് എത്തിയ തിങ്കേഴ്സും ഫിലോസഫേഴ്സും ഒക്കെ പറയുന്നത്. എല്ലാവരിൽ നിന്ന് അഭിപ്രായങ്ങളെല്ലാം കേട്ടറിഞ്ഞ ശേഷം ആ സജീവമായ ചർച്ചയ്ക്ക് എല്ലാവരോടും നന്ദി പറഞ്ഞിട്ട് ഡോക്ടർ ഡൂം തന്റെ ഗാർഡ്സിനെ വിളിച്ച് എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അവിടേക്കെത്തിയ ഫിലോസഫേഴ്സും തിങ്കേഴ്സും ഒക്കെ വിചാരിച്ചത് ഡോക്ടർ ഡൂം അവരെല്ലാം രക്ഷിക്കുമെന്നാണ്. എന്നാൽ ഡോക്ടർ ഡൂം അല്ല യഥാർത്ഥത്തിൽ അവരെയെല്ലാം രക്ഷിക്കാൻ പോകുന്നത്. ഡൂം എന്ന വിനാശമാകും അവരെയെല്ലാം രക്ഷിക്കാൻ പോകുന്നത്. ഡോക്ടർ ഡൂമിന്റെ പദ്ധതികളെ പറ്റിയെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഉവാട്ടു എന്ന വാച്ചർ മറ്റൊരു കാഴ്ച കാണുകയുണ്ടായി. അതെ, എർത്തിനെ ലക്ഷ്യമാക്കി ഗോഡ്സില സ്പേസിലൂടെ യാത്ര ചെയ്യുന്നു. മാർസ് എന്ന പ്ലാനറ്റിന്റെ പക്കലൂടെ സഞ്ചരിക്കുന്ന ഗോഡ്സിലയ്ക്ക് നേരെ ആരോ ആസ്ട്രോയിഡുകൾ വലിച്ചെറിഞ്ഞ് ആക്രമിക്കുകയാണ്. ഗോഡ്സിലയെ ആസ്ട്രോയിഡുകൾ കൊണ്ട് ആക്രമിച്ചത് മറ്റാരുമല്ല, അത് മാസ്റ്റർ ഓഫ് ദി മാഗ്നറ്റിസം എന്നറിയപ്പെടുന്ന മാഗ്നെറ്റോ ആയിരുന്നു. കുറെ അധികം ഒമേഗ ലെവൽ മ്യൂട്ടൻസ് മാർസ് എന്ന പ്ലാനറ്റിനെ ടെറാഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോഡ്സില എന്ന കൈജുവിനെ മാർസിൽ കൊണ്ടുപോയി തട്ടാനാണ് മ്യൂട്ടൻസ് പദ്ധതി ഇട്ടിരിക്കുന്നത്. മാഗ്നെറ്റോ തന്റെ പവേഴ്സ് ഉപയോഗിച്ച് ആസ്ട്രോയിഡുകളെ എല്ലാം കൺട്രോൾ ചെയ്ത് ഗോഡ്സിലയെ തുടരെ ആക്രമിക്കുകയും അതേ ആസ്ട്രോയിഡുകൾ ഉപയോഗിച്ച് തന്നെ ഗോഡ്സിലയെ മൂടി പൊതിഞ്ഞ് നേരെ മാർസിലേക്ക് കൊണ്ടിടുകയുമാണ്. സ്റ്റോം, ഹ്യൂമൻ ടോർച്ച്, ദ തിങ്, സോബനാർ ഓഫ് ദി ഡെപ്സ്, സൈക്ലോപ്സ്, ജീൻ ഗ്രേ, ഐസ്മാൻ, ഇൻവിസിബിൾ വുമൺ എന്നീ സൂപ്പർ ഹീറോസ് ഗോഡ്സിലയോട് പോരാടാൻ മാർസ് എന്ന പ്ലാനറ്റിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇവിടെ സ്യൂസ്റ്റോം അഥവാ ഇൻവിസിബിൾ വുമൺ എല്ലാവരോടുമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് കിങ് ഗിഡോറ മരിച്ചിട്ടില്ലെന്നും ഹെർബി കിങ് ഗിഡോറയുടെ റിക്കവറി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും കിങ് ഗിഡോറ വേഗത്തിൽ റിക്കവർ ആയാൽ ഗോഡ്സിലയോട് പോരാടാൻ ഒരു കൈജു സൈസ്ഡ് റെയിൻഫോഴ്സ്മെന്റ് നമുക്ക് ലഭിക്കും എന്നൊക്കെ. ഐസ്മാൻ ആണെങ്കിൽ 2 കൽപ്പിച്ചാണ്. ഗോഡ്സിലയോട് പോരാടാൻ വേണ്ടി ഐസ്മാൻ ഗോഡ്സിലയോളം വലിപ്പത്തിലാവുകയാണ്. പോരാട്ടത്തിന്റെ ഇടയ്ക്ക് ഗോഡ്സിലയെ ഫ്രീസ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഐസ്മാനെ ഗോഡ്സില തന്റെ വാൽ ഉപയോഗിച്ച് ആക്രമിക്കുന്നതോടെ ഐസ്മാന്റെ കൈകൾ രണ്ടും ഇളകി താഴേക്ക് വീഴുമ്പോൾ അവയെല്ലാം സ്യൂസ്റ്റോമും ബെൻഗ്രിമും തടയുന്നു. ഇതേ സമയത്ത് സൈക്ലോപ്സ് തന്റെ പവർഫുൾ ആയ ഒപ്റ്റിബ്ലാസ്റ്റ് പുറപ്പെടുവിച്ച് ഗോഡ്സിലയെ ആക്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ സൈക്ലോപ്സ് ചുമയ്ക്കുമ്പോൾ ഒരു കറുത്ത പദാർത്ഥം സൈക്ലോപ്സിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് എത്തുകയാണ്. ആ കറുത്ത പദാർത്ഥം മറ്റൊന്നുമല്ല, നള്ളിന്റെ സിംബിയോട്ടുകളിൽ ഒരു സിംബിയോട്ട് ആയിരുന്നു. വളരെ വേഗത്തിൽ തന്നെ ആ സിംബിയോട്ട് സൈക്ലോപ്സിനെ ടേക്ക് ഓവർ ചെയ്യുകയാണ്. സൈക്ലോപ്സിനെ മാത്രമല്ല, സൈക്ലോപ്സിന്റെ വൈഫായ ജീൻ ഗ്രേയും നള്ളിന്റെ സിംബിയോട്ട് ടേക്ക് ഓവർ ചെയ്യുകയാണ്. ഗോഡ്സിലയുടെ ഗർജനത്തിന് ഉത്തരം നൽകാൻ സോബനാർ ഓഫ് ദ ഡെപ്സ് തയ്യാറായി. സോബനാർ തന്റെ കയ്യിൽ കത്തി കൊണ്ട് വരച്ച് മുറിവുണ്ടാക്കിയതും ചോരയ്ക്ക് പകരം ഒരു എൻറ്റയർ ഓഷ്യൻ തന്നെ ഗോഡ്സിലയ്ക്ക് നേരെ ഇരച്ചു പോവുകയാണ്. സോബനാർ ഒരു അറാക്കിയാണ്. മാത്രമല്ല സോബനാർ ഒരു ഒമേഗ ലെവൽ മ്യൂട്ടന്റും അവന്റെ ബ്ലഡിൽ നിറയെ വിശാലമായ ഓഷ്യനുമാണ്. ഒട്ടുമിക്ക സമുദ്രത്തിലെ ജീവികളും വളരെ ചെറുതാണ്. എന്നാൽ സോബനാറിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന സമുദ്രത്തിൽ നിറയെ പ്രെഡേറ്റേഴ്സ് ആണ്. അവയെല്ലാം ഒരു കൈജുവിനെ പോലെ വലുതാണ്. ആ കൂട്ടത്തിലെ ഒരു ഭീമൻ പ്രെഡേറ്ററായ ട്രൈറ്റാനിക്ക ഓഷ്യനിൽ നിന്ന് ചാടി വന്നിട്ട് ഗോഡ്സിലെ കെട്ടിവരിഞ്ഞ് മുറുക്കുകയാണ്. ഗോഡ്സില തന്റെ പവർഫുൾ ആയ അറ്റോമിക് ബ്രത്ത് ടൈറ്റാനിക്കയുടെ നേരെ അയക്കാൻ ശ്രമിക്കുമ്പോൾ ടൈറ്റാനിക്ക തന്റെ കൈകൾ കൊണ്ട് ഗോഡ്സിലയുടെ വായ മൂടിക്കെട്ടുന്നു. ഗോഡ്സിലയോടാണ് ടൈറ്റാനിക്കയുടെ കളി. ഗോഡ്സില ടൈറ്റാനിക്കയുടെ 2 കൈകളും പിഴുതു കളഞ്ഞിട്ട് തന്റെ അറ്റോമിക് ബ്രത്ത് ടൈറ്റാനിക്കയുടെ വായ്ക്കുള്ളിലേക്ക്
പ്രയോഗിക്കുന്നതോടെ ടൈറ്റാനിക്ക ചിന്നിച്ചിതറി പോകുന്നു. അതെ, ടൈറ്റാനിക്കയെ ഗോഡ്സില പരാജയപ്പെടുത്തിയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ സ്റ്റോം അവിടേക്ക് എത്തിയിട്ട് ഗോഡ്സിലെ അവളുടെ പവേഴ്സ് പ്രയോഗിച്ച് ഇലക്ട്രിക്യൂട്ട് ചെയ്യുകയാണ്. ഇതേ സമയത്ത് ഐസ്മാന്റെ ബോഡി പഴയ ഫോമിലേക്ക് മാറുകയും അദ്ദേഹം വീണ്ടും ഗോഡ്സിലെ നേരിടാൻ തയ്യാറാവുകയുമാണ്. ഗോഡ്സിലയോളം വലുതായ ഐസ്മാൻ തന്റെ കൈ ഐസ് ബ്ലേഡ് ആക്കി മാറ്റിയിട്ട് ഗോഡ്സിലയുടെ ഇടത്തെ തോളിലൂടെ കുത്തി ഇറക്കുകയാണ്. ഐസ്മാൻ ഗോഡ്സിലയുടെ ഇടത്തെ തോളിൽ നിന്ന് തന്റെ ഐസ് ബ്ലേഡ് ഊരി മാറ്റുന്നതിന് മുന്നേ തന്നെ ഗോഡ്സില തന്റെ അറ്റോമിക് ബ്രത്ത് ഐസ്മാന്റെ നേരെ അങ്ങോട്ട് പ്രയോഗിക്കുന്നു. അതെ, ഈ പ്രാവശ്യം ഗോഡ്സിലയുടെ പവർഫുൾ ആയ അറ്റോമിക് ബ്രത്തിന്റെ ചൂടിൽ ഐസ്മാൻ ഉരുകി പോവുകയാണ്. ഐസ്മാൻ മുൻപും പലതവണ തന്റെ ബോഡിയെ പുനർനിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ ഗോഡ്സിലയുടെ അറ്റോമിക് ബ്രത്തിന്റെ ചൂടിൽ ഉരുകിപ്പോയ ഐസ്മാന്റെ ബോഡി റിക്കവർ ആകാൻ ആഴ്ചകൾ വേണ്ടി വരുമെന്ന് ഉറപ്പാണ്. കോസ്മിക് ബീയിങ് ആയ ഉവാട്ടു എന്ന വാച്ചറിന് പോലും നള്ളിന്റെ ഇൻഫെക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അതെ, നള്ളിന്റെ സിംബിയോട്ടുകൾ ഉവാട്ടു എന്ന വാച്ചറിനെയും ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു. ഇൻഫെക്റ്റഡ് ആയ എല്ലാ സൂപ്പർ ഹീറോസിനോടുമൊപ്പം ഉവാട്ടു എന്ന വാച്ചറും മാർസ് എന്ന പ്ലാനറ്റിലേക്ക് നിലം പതിക്കുന്നു. അങ്ങ് ഡീപ് സ്പേസിൽ ഗലാക്ടസിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന റീഡ് റിച്ചാർഡ്സിനെയും സിൽവർ സർഫറിനെയും ഈവൻ ഗലാക്ടസിനെ പോലും സിംബിയോട്ടുകൾ ടേക്ക് ഓവർ ചെയ്യുന്നു. എർത്തിൽ ഒരൊറ്റ മനുഷ്യനെ പോലും വിടാതെ സിംബിയോട്ടുകൾ എല്ലാത്തിനെയും ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു. പോരാട്ടങ്ങൾക്കെല്ലാം ഒടുവിൽ ഗോഡ്സില നിദ്രയിലേക്ക് പോവുകയാണ്. താൻ പരാജയപ്പെടുത്തിയ ഒട്ടുമിക്ക എല്ലാ സൂപ്പർ ഹീറോസിനെയും അറാക്കോയിലെ ഒരു മരത്തിന്റെ ചില്ലകളിൽ തന്റെ സിംബിയോട്ടുകളുടെ സഹായത്തോടെ ട്രോഫികൾ കെട്ടി തൂക്കി ഇട്ടിരിക്കുന്നത് പോലെ ഇട്ടിരിക്കുകയാണ് നള്ള്. അങ്ങനെ അവസാനം നള്ള് വിജയിച്ചിരിക്കുന്നു. സ്പേസിലും എർത്തിലും ഇപ്പോൾ അറാക്കോയിലും നിശബ്ദത മാത്രം. ഉറങ്ങിക്കോളൂ, എല്ലാവരും ഉറങ്ങിക്കോളൂ, നീയും ഉറങ്ങിക്കോളൂ ഗോഡ്സില, നിനക്ക് വിശ്രമം അത്യാവശ്യമാണ്. എന്റെ ഈ പൂന്തോട്ടത്തിൽ എന്റേതല്ലാത്ത മറ്റൊരു ശബ്ദവും കേൾക്കുവാൻ സാധിക്കുന്നില്ല. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ആ ശൂന്യതയും നിശബ്ദതയും എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നൊക്കെ നള്ളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രധാനപ്പെട്ട ഒരാൾ ആ കൂട്ടത്തിൽ മിസ്സിംഗ് ആണല്ലോ എന്ന് നള്ള് മനസ്സിലാക്കുന്നത്. നള്ള് അന്വേഷിക്കുന്നത് മറ്റാരെയുമല്ല, സാക്ഷാൽ ഡോക്ടർ ഡൂമിനെയാണ്. ഇതേ സമയത്ത് ഡോക്ടർ ഡൂം എന്തിനെയോ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു പോവുകയാണ്. നിന്റെ സിംബിയോട്ടുകളിലൂടെ എന്നെ കേൾക്കുവാൻ സാധിക്കുന്നുണ്ടോ നൾ? നിന്റെ സിംബിയോട്ട് ഇൻഫെക്ഷനെ ഞാൻ മറികടന്നിരിക്കുന്നു. ദ ഫ്ലെയിം ഓഫ് ഫാൾട്ടീൻ എന്ന പവർഫുൾ ഫ്ലെയിം പ്രയോഗിച്ച് എന്നെ ടേക്ക് ഓവർ ചെയ്യാൻ ശ്രമിച്ച സിംബിയോട്ടിനെ ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു. ഒരു സിംബിയോട്ട് ഇല്ലാതായിരിക്കുന്നു. ഇനി ഡോക്ടർ ഡൂമിന്റെ കൈയാൽ ഇല്ലാതാകാൻ പോകുന്നത് ബില്യൺ കണക്കിന് സിംബിയോട്ടുകളാകും. കോസ്മിക് വാഗബോണ്ടായ നള്ളെ, നിന്നെ ഞാൻ അവസാനത്തേക്ക് വെച്ചേക്കുകയാണ്. നിനക്ക് എല്ലാത്തിനും മേലെ ആകണമല്ലേ? നിനക്ക് ദൈവത്വം വേണമല്ലേ? ഈ ഒരൊറ്റ കാര്യമാണ് നിനക്കെതിരെ തിരിയാൻ എന്നെ പ്രേരിപ്പിച്ചത്. ദൈവത്വം എന്നത് ആർക്കാണ് സ്വന്തമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്ന ഡോക്ടർ ഡൂം മെക്കാ ഗോഡ്സിലയുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുന്നതോടെ ഗോഡ്സില ഇൻഫിനിറ്റി റോർ എന്ന കോമിക്കിന്റെ 4ാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. യൂണിവേഴ്സിലുള്ള എല്ലാ ലിവിംഗ് ബീയിങ്സിനെയും ഗോഡ് ഓഫ് ദ സിംബിയോട്സ് ആയ നള്ള് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു. എന്നാൽ ഡോക്ടർ ഡൂം മാത്രം നള്ളിന്റെ വലയിൽ അകപ്പെട്ടില്ല. മെക്കാ ഗോഡ്സിലെ കൺട്രോൾ ചെയ്യാൻ പോവുകയാണ് ഡോക്ടർ ഡൂം. ഡോക്ടർ ഡൂമിന് ഒറ്റയ്ക്ക് ഗോഡ്സിലയോടും നള്ളിനോടും പോരാടാൻ സാധിക്കുമോ? എല്ലാം ഡോക്ടർ ഡൂമിന്റെ ഓവർ കോൺഫിഡൻസ് ആണോ? എന്തായാലും നള്ളിനും ഗോഡ്സിലയ്ക്കും എതിരെയുള്ള ഡോക്ടർ ഡൂമിന്റെ പോരാട്ടങ്ങൾ അടുത്ത ഇഷ്യൂവിൽ കാണാം.